Hey everyone, welcome back to my channel. It's your brother Vani. അപ്പോൾ ഇന്നത്തെ വിഷയം ക്യാമറയാണ്, ഡാഷ് ക്യാം. അപ്പം ഈ ഇടയ്ക്ക് നമ്മുടെ റോഡ്സിലൊക്കെ ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ടും നമുക്കൊരു പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല. അപ്പോഴത്തേക്ക് അടുത്ത ഇവിടുത്തെ ഒരു സീൻ. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഒരു ഡാഷ് ക്യാം നല്ലതാണ്. എപ്പോഴും ഒരു ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ കിടന്ന് ബഹളം വെക്കണ്ട, അടി ഉണ്ടാക്കണ്ട, അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ എന്തായാലും ഒരു ഡാഷ് ക്യാം എടുക്കാനാണ് ഞാനും എൻ്റെ ഫ്രണ്ട് ജോയിലും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവൻ്റെ വണ്ടിയിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് ഏതാണ് ക്യാമറ, എങ്ങനെയാണ് ഡീറ്റെയിൽസ്, എത്ര രൂപയാണ്, അത് നല്ലതാണോ അല്ലയോ, എന്തോ ആണ്, ഏതൊക്കെ ബ്രാൻഡ്സ് അവൈലബിൾ, എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, കാണാം. അപ്പോൾ കാഴ്ച അങ്ങനെ നമ്മൾ വന്നിരിക്കുന്നത് ഓട്ടോ പെർഫോമൻസ് സ്റ്റോറിലാണ്. ഇത് നമ്മുടെ ബാംഗ്ലൂരിൽ ഫേസ് ടൗൺ എന്ന ഏരിയയിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്യാമറ നോക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊന്ന് അകത്ത് പോയിട്ട് നോക്കാം ഏത് ക്യാമറാസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ്. ഇവിടെ പല പല ആക്സസറീസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ 4x4 വേണ്ടി ലൈറ്റ്സും എന്താ പറയുക, നമ്മുടെ ഗിയർ നോബ്സും കോൺ ഫിൽറ്റേഴ്സും എന്തൊക്കെയൊക്കെയോ പരിപാടികളുണ്ട്. പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ്സ് പല പല ടൈപ്പ് ഇവിടെ അവൈലബിൾ ആണ്, പല പല കളേഴ്സിൽ, പെടയ്ക്കുന്നത് എന്നൊക്കെ പറയത്തില്ലേ അതേപോലത്തെ. പിന്നെ നമ്മുടെ ഗിയർ നോബ്സ്, വെറൈറ്റി സാധനങ്ങൾ കുറേ ഉണ്ട്. ഇവിടെ എവിടെയോ ഞാൻ ഒരു സ്കള്ളിൻ്റെ കണ്ടു. അതേ അവിടെ 2 സ്കള്ള് മോമോൻ്റെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെയും കുറേ കളേഴ്സുള്ള ഇതുണ്ട്, ഗിയർ നോബ്സ്. പിന്നെ ഇവിടെയും കുറേ ഗിയർ നോബ്സ്, നമ്മുടെ ജെൽ ടൈപ്പ്. ഇതിനെന്താ പറയുന്നത് പോലും ദൈവത്തിനാണ്, എനിക്കറിയത്തില്ല, പക്ഷേ അതിൻ്റെ പേര് അങ്ങനെയൊക്കെയാണ്. ഇനി ഈ സൈഡിൽ വന്ന് ഇപ്പോഴത്തെ എല്ലാവരുടെയും ഹരമുള്ള സാധനം ആക്രോപ്രോച്ചിൻ്റെ ടിപ്സ്, എക്സോസ്റ്റ് ടിപ്സ്, കുറേ വെറൈറ്റി ടൈപ്സ് ഉള്ള. ഇത് ഒരു ഗോൾഡുള്ള കാർബൺ ഫൈബർ വിത്ത് ഗോൾഡ്, പിന്നെ ഇവിടെ ബ്ലൂ, പിന്നെ അങ്ങനെ പല പല വെറൈറ്റീസ്. ഇത് ഡബിൾ ടിപ്പിൻ്റെ ആണ്. ഇവിടെ ഉള്ളതെല്ലാം സിംഗിൾ ടിപ്സാണ്. പിന്നെ BMRൻ്റെ ഗ്രില്ല്, കീൻ്റെ ഫോർജ്ഡ് കാർബൺ ഫൈബർ, ഫോർജ്ഡ് കാർബൺ ഫൈബർ. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ മീറ്റേഴ്സൊക്കെ ഉണ്ട്. ഇങ്ങനെ പല ഐറ്റംസ് ഈ കടയിലുണ്ട്. ആക്ച്വലി ഈ കടയിൽ കയറി കഴിഞ്ഞാൽ കുറേ കാശ് പോകുന്നുള്ളത് ഉറപ്പാണ്. വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് പോകും. അകത്തുനിന്ന് കാണിക്കാൻ പറ്റാഞ്ഞ ഒരു സാധനമാണ് പുറത്തതുകൊണ്ടാണ് വന്നത്. നല്ല സീറ്റ്സ് ഉണ്ട് ഇവിടെ. എനിക്ക് ഈ സീറ്റ്സ് പണ്ടേ ഒരു ഭയങ്കര വികാരമായിരുന്നു. എൻ്റെ പണ്ടൊരു പോളോ ഉണ്ടായിരുന്നു, ഒരു 1.6. അതിന് ഈ സീറ്റ്സൊക്കെ ഞാൻ കയറ്റിയായിരുന്നു. റിക്കാർഡോടെ അല്ല, അത് സ്പാർക്കിൻ്റെ ആയിരുന്നു. അതും ഈ കടയിൽ നിന്ന് തന്നെ മേടിച്ചത്. പിന്നെ അലോയ് വീൽസൊക്കെ ഇപ്പം എല്ലായിടത്തും സ്റ്റാൻഡേർഡായി. ബട്ട് സീറ്റ്സൊക്കെയാണ് ഒരു വെറൈറ്റി. പിന്നെ ഇത് നമ്മുടെ പോളോയ്ക്ക് വരുന്ന കാർബൺ ഫൈബർ ബോണറ്റ് കേട്ടോ, സെറ്റ് സാധനമാണ്. ഇവിടെ ഇങ്ങനത്തെ ഇവരുടെ 2-3 ഇത് പോളോയിൻ്റെ, പിന്നെ ഇത് സിവിക്കിനുള്ളത്, പിന്നെ ഇതൊക്കെ നമ്മുടെ ടോ ഹുക്സും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്. 70 mAh എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. ഇതിൽ 3 വേരിയൻ്റാണ് ഇപ്പോൾ ഇവരുടെ തൽക്കാലം ഉള്ളത്. ആക്ച്വലി വേറെ വേണമെങ്കിൽ വരുത്തരാമെന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് ജോയലിന് ഇപ്പോൾ ഇതിനകത്ത് ഈ വേരിയൻ്റാണ് ഇഷ്ടപ്പെട്ടത്, 510 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഇത് 500, ഇത് 510, ഇത് 810, A810. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേര് കാണുന്നവർ വിചാരിക്കും ഇതെന്താ ഓൺലൈനിൽ മേടിച്ചാൽ പോരാ, എന്തിനാ ഓഫ്ലൈനിൽ വന്നത്. ഓൺലൈനിൽ മേടിച്ചാൽ മതി ആക്ച്വലി. പക്ഷേ ഞങ്ങളിത് ഓഫ്ലൈനിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഫിറ്റ്മെൻറ്റ് കൂടെ ചെയ്യണമെന്നുള്ളതുകൊണ്ട്, പിന്നെ ഈ കട നമുക്ക് അറിയാവുന്നത് കൊണ്ടും, ഇവിടെ എന്താ പറയുക, നമുക്ക് നല്ലൊരു ഓഫറും കിട്ടും എന്നുള്ളൊരു വിശ്വാസവും, പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി അത് ഇമ്മീഡിയറ്റ്ലി വേറെ പൈസ നമുക്ക് തരുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ആയില്ലെങ്കിൽ അതിൻ്റെ പുറകെ നടക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ കടയിൽ വന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ഇനി അൺബോക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അൺബോക്സ് ചെയ്യാം. ഇവിടെ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസിദ് ഭായ്, പുള്ളിയുടെയാണ് സ്റ്റോർ. ഫസിദ് ഭായ്, ജസ്റ്റ് സേ ഹായ് ടു മൈ വ്യൂവേഴ്സിനും. അപ്പോൾ പുള്ളിയാണ് നമ്മുടെ കടയുടെ ഇൻചാർജും ഓണറും. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ ഇതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ജോജി അപ്പോൾ അൺബോക്സിങ്, കമാൻ. വലിച്ച് ഹാത്രം. അല്ലല്ലോ സാധനമുണ്ട്. ഫുൾ ചൈനീസിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2 ക്യാമറയുണ്ട്. ഒരെണ്ണം ഇതിൻ്റെ പുറകിലാണ്, പിന്നെ ഒരെണ്ണം ഇത് റിയർ ക്യാമറയും, ഇത് ഫ്രണ്ട് ഫേസിങ് ക്യാമറയും. ഇത് ഇൻസ്റ്റലേഷന് ശേഷം ഇനിയും ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡിസ്പ്ലേ സ്ക്രീനും. ഇതിനകത്ത് എന്തുണ്ട്, അതിനകത്ത് ഹാർഡ്വെയർ, ഇതൊക്കെ നമ്മുടെ ക്യാമറ മൗണ്ട് ചെയ്യുന്ന സ്റ്റിക്കറും, പിന്നെ വയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇൻസ്ട്രക്ഷൻ മാനുവലും പരിപാടിയൊന്നും ഇല്ല ഇതിനകത്ത്. ഉണ്ട്, സോറി, എൻ്റെ ഭാഗത്ത് പറ്റുണ്ട്. അതിനകത്ത് എന്തൊക്കെയോ തന്നിട്ടുണ്ട്. ഗില്ല് എന്തൊക്കെ പുള്ളെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് വേണ്ട. യൂസർ മാനുവൽ, ഇഷ്ടംപോലെ
പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോജി അതെല്ലാം വായിച്ച് പഠിച്ചു. ഗൈസ് ഞാൻ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ ഇവിടെ ഡാഷ് ക്യാം ഇടാൻ വന്ന, പക്ഷേ അവസാനം ഈ കടയിൽ വന്നിട്ട് ടിൻറ്റ് വിട്ടു. ഇപ്പോൾ ടിൻറ്റ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയകത്ത്. അതാണ് ഈ കടയുടെ ഗുണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും മേടിച്ചു പോകും. ഗൈസ് അങ്ങനെ നമ്മുടെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയുടെ. ഇതിവിടെ നമുക്ക് വേണമെങ്കിൽ ഇത് റിയർ വ്യൂ ആണ്. ഇനി ഒന്നുകൂടെ നമുക്കിയാൽ ഇവിടെ സൈഡിൽ ഫ്രണ്ടും കാണിക്കും, റിയറും കാണിക്കും, ഇവിടെ ഫ്രണ്ടും കാണിക്കും. ബേസിക്കലി ഈ സ്ക്രീൻ വെച്ച് വലിയ യൂസ് ഒന്നുമില്ല, ജസ്റ്റ് കാണാം നമുക്കിത് റെക്കോർഡ് ആവുന്നുണ്ടെന്നുള്ളതും പിന്നെ വൈഫൈ കണക്റ്റഡ് ആണെന്നുള്ള ആ ഡീറ്റെയിൽസ് മാത്രം ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ബാക്കി ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ഈ വീഡിയോ തന്നെ ഇടാം. പിന്നെ ഗൈസ് ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ക്യാമറയ്ക്ക് ഒരു HDMI കാർഡ് വേണം. ആ HDMI കാർഡ് ബോക്സിൽ വരില്ല കേട്ടോ. അപ്പം ക്യാമറയ്ക്ക് ഇത്രയും രൂപ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ എക്സ്ട്രാ നമ്മൾ വീണ്ടും HDMI കാർഡ് മേടിക്കാൻ കാശാവും. അങ്ങനെ നമ്മുടെ സീനിൻ്റെ അവസാനത്തെ ഇതിലും അടുത്ത റെഡി കിട്ടിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ ക്യാമറ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കത് ശരിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും പോട്ടെ. അപ്പോൾ ക്യാമറ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫുട്ടേജ് ആയിട്ട് ഞാനിപ്പോൾ ഇടാം. എന്നെന്തോ അധികം ട്രാഫിക് ഇല്ലായിരുന്നു until we reach the last spot. I think I spoke too early. ഇവിടെ തന്നെ നോക്കാം. ഇവിടുത്തെ സ്ഥലമല്ലേ? തട്ടി ഇതാണ് ക്യാമറ വേണമെന്ന് പറയുന്നത്. അടിച്ച് പൊട്ടിക്കടാ കുറെ നേരമായിട്ട്. അങ്ങനെ നമ്മുടെ സീനിൻ്റെ അവസാനത്തെ ഇതിലും അടുത്ത റെഡി കിട്ടിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ ക്യാമറ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കത് ശരിക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോട്ടെ. അപ്പോൾ ക്യാമറ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫുട്ടേജ് ആയിട്ട് ഞാനിപ്പോൾ ഇടാം. പിന്നെ ഈ ഗൈസ് ഇതിന് കോസ്റ്റ് വന്നത് ഈ ക്യാമറ ഫുൾ സെറ്റിനായത് 14,500 പ്ലസ് 1000 രൂപ മറ്റേ SD കാർഡിനും പിന്നെ ഒരു 1500 രൂപ ഫിറ്റിംഗ് ചാർജും. അതാണ് ടോട്ടലി ക്യാമറയ്ക്ക് ആയത്. നിങ്ങൾ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ആ അഡ്രസ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൈസ് നമ്മുടെ ഈ ക്യാമറയിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഈ ഡൗൺലോഡ് ചെയ്യുമ്പം ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഒരുപാട് സമയമെടുക്കും. അതിൽ പെട്ടെന്നൊന്നും ഡൗൺലോഡ് ആവത്തില്ല. ആ ഒരു കാര്യം മൈൻഡിൽ വെക്കണം. പിന്നെ ഇത് എല്ലാ വീഡിയോസും 3 മിനിറ്റ് വെച്ചാണ് ഡ്യൂറേഷനിലാണ് ഇത് റെക്കോർഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ ഡൗൺലോഡ് ആയിരിക്കുന്നു. ഓക്കെ, വ്യൂനോ വേണ്ട, ക്യാൻസൽ. ഇതിലൊന്ന് ബാക്ക് പോകാം. ഇത് ഇങ്ങനെയാണ് ഇതിൽ റെക്കോർഡ് ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ വീഡിയോസും റെക്കോർഡായിരിക്കുന്നത് 3 മിനിറ്റ്സിൻ്റെ ഡ്യൂറേഷൻ വെച്ചാണ്.